നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? കളിക്കാനൊക്കെ വരാം. ഒരു 6 വർഷം കൂടെ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നമുക്ക് കളിക്കാൻ വരുമോ? അപ്പോൾ ഈ കാക്കയുണ്ട്, കാക്ക കളിക്കാരും അനിയും കളിക്കും. നമ്മൾ വേണ്ടിയിരുന്നത് പുള്ളിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? ശാന്തമായ സ്വഭാവമാണ്. പിന്നെ വലുതായിട്ട് മിണ്ടാൻ താല്പര്യം, പിന്നെ സംസാരിക്കും, ഓവറായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ നമ്മളെ അറിവിൽ ഒരു ഋഷീനെ അങ്ങനത്തെ ഒന്നും പുള്ളിയുടെ ഭാഗത്തൊന്നുമില്ല. 6 വർഷം മുമ്പ് ഇങ്ങനെ സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് എലിവേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ക്ലീൻ ചെയ്ത് ആശുപത്രി കൊണ്ട്. അന്ന് എന്തിനു വേണ്ടിയായിരുന്നു? ഫോണിന്റെ ഇഷ്യൂ ആണ്. ഫോൺ വാങ്ങിച്ചു കൊടുക്കുക. ട്യൂഷൻ ഇവിടെ ആയിരുന്നു. അപ്പം ട്യൂഷന് നമ്മളൊത്തായിരുന്നു പോണത്. അപ്പം ഈ കാക്ക എന്നെ കൊണ്ടുവരണതും അല്ലെങ്കിൽ ചിലപ്പോൾ മാമിയായിരിക്കും കൊണ്ടുപോകണത്. പിന്നെ കുറച്ച് വർഷം മുമ്പ് സൈക്കിളൊക്കെ ഓട്ടിക്കുമ്പോൾ നമ്മളും കൂടെ പോയിരുന്നു. ചേട്ടന് പരിചയമുണ്ടോ? പരിചയമുണ്ട്. എൻ്റെ വീട് ഇതാണ്, ഈ ഫ്രണ്ടിൽ കിടന്ന എൻ്റെ വീട്. ഇവിടെ എപ്പോഴും കാണാറുണ്ട്. ഇല്ല, പോകുമ്പോൾ എല്ലാം കാണും. നമ്മൾ പയ്യന്മാരായതുകൊണ്ട് അങ്ങനെയുള്ളതില്ല. കാണുമ്പം വന്ന് ആക്കിയിട്ട് കൈ കാണിച്ചിട്ട് പോകും. സ്വഭാവം നമ്മളെ കണ്ണിൽ വേറെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി പുറത്ത് പോകുമ്പോൾ എങ്ങനെ നമുക്കറിയില്ല. ഇവിടെയൊക്കെ ക്ലിയറാണ്. പുറത്ത് പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റില്ലല്ലോ പയ്യന്മാർ സ്വഭാവം. ഇതിന് മുമ്പ് ഇങ്ങനത്തെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പണ്ടപ്പോൾ ഒരു കുഞ്ഞു നാളിൽ എന്താ ചെറിയ മണ്ണെണ്ണ കുടിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ അത് ചെറുതിൽ 5 വയസ്സില്ല 6 വയസ്സില്ല അത്ര ചെറിയ എന്താ വാങ്ങിക്കൊടുത്തില്ലെന്നും പറഞ്ഞ് മണ്ണെണ്ണ എന്തൊക്കെ എടുത്ത് കുടിച്ചു. അത്രയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സാമ്പത്തിക പ്രശ്നം ഗൾഫിലുണ്ട്. എൻ്റെ വാപ്പാകെ ബിസിനസ്സിലെന്തോ പ്രശ്നമുണ്ട്. അതുണ്ട്. അത് ഇവനെ പറ്റി ബന്ധമില്ല. ഇവനല്ലല്ലോ ചിലവിടാക്കുന്നത്. പൈസ അവരല്ലേ ചിലവാക്കണം. ഇവനേറ്റ പ്രശ്നമല്ല. ഗൾഫിലെ പുള്ളിക്കുണ്ട് പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ എങ്ങനെയാണ് പരിചയം? ഞാൻ അയൽവാസിയാണ്. എൻ്റെ വീട് അടുത്താണ്. ഇവിടെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. പയ്യനെ കാണുമ്പോൾ മാമ എന്ന് പറഞ്ഞ് കൈയെടുത്ത് കാണിക്കാറുണ്ട്. എന്നിട്ട് പോവും. നല്ല ചെറുക്കനായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല. ചില ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം നടന്നപ്പം എല്ലാവർക്കും ഒരു ടെൻഷനായി. രണ്ടാമത്തെ ചെറുക്കനൊക്കെ വളരെ നല്ല പയ്യനാണ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയില്ല. സുഖമില്ലാതെ ലീവായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. എനിക്ക് സാർ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രാഥമിക പരിശോധന മനസാക്ഷിയെ ഞെട്ടിച്ച അരുങ്കൊലകൾ നടത്താൻ യുവാവിനെ നയിച്ചതിന്റെ കാരണങ്ങൾ തേടുകയാണ് പോലീസും നാട്ടുകാരും. കൊച്ചനുജനും ഉമ്മയും പിതൃമാതാവും ഉൾപ്പെടെയുള്ളവരെ കൊന്നുതള്ളാൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അഫാനെയും കുടുംബത്തെയും അറിയുന്ന നാട്ടുകാർക്ക് പോലും ഇതേക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. നാട്ടുകാർക്ക് അഫാനെക്കുറിച്ച് മോശം അഭിപ്രായം ഒന്നും തന്നെയില്ല. ശാന്ത സ്വഭാവിയായി മാത്രം കാണപ്പെടുന്ന അഫാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് യുവാവ് പോലീസിന് നൽകിയ ആദ്യ മൊഴി. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. വിവാഹം നിരസിച്ചതിലുള്ള പകയാണ് ക്രൂരകൃത്യത്തിന് യുവാവിനെ പ്രേരിപ്പിച്ചത് എന്ന സൂചന ലഭിച്ചതിനാൽ അത് സംബന്ധിച്ചും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. 6 മണിക്കൂറിനുള്ളിലാണ് പ്രതി 5 കൊലപാതകങ്ങൾ നടത്തിയത്. ഇന്നലെ രാവിലെ ഉമ്മയെയാണ് പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം. ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിനാൽ ആക്രമിച്ചു. 1:15 മുത്തശ്ശി സൽമ ബീവിയെ ആക്രമിച്ചു. സ്വർണവുമായി വെഞ്ഞാറമൂടെത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു. ലത്തീഫ് എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. വെഞ്ഞാറമൂട് നിന്നാണ് പ്രതി ചുറ്റിക വാങ്ങിയത്. വൈകിട്ട് 3 മണിയോടെ ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു. ചുറ്റിക കൊണ്ടായിരുന്നു ആക്രമണം. 4 മണിയോടെ കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി.
അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊന്നു. അനുജൻ പരീക്ഷ കഴിഞ്ഞെത്തി ഉമ്മയെ അന്വേഷിച്ചു. ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു. കുളിച്ച് വസ്ത്രമാറിയ ശേഷമാണ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങിയത് എന്നാണ് സൂചന. ചേട്ടന് പ്രതിയെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. എൻ്റെ വീട് ഇതാണ്. ഈ ഫ്രണ്ട് കിടന്ന എൻ്റെ വീട്. ഇവിടെ എപ്പോഴും കാണാറുണ്ട്. ഇല്ല പോകുമ്പോൾ എല്ലാം കാണും. നമ്മൾ പയ്യന്മാരായതുകൊണ്ട് അങ്ങനെയുള്ളതില്ല. കാണുമ്പം വന്ന് ആക്കിയിട്ട് കൈ കാണിച്ചിട്ട് പോകും. പറയുള്ളൂ. സ്വഭാവം നമ്മളെ കണ്ണിൽ വേറെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി പുറത്ത് പോകുമ്പോൾ എങ്ങനെ നമുക്കറിയില്ല. ഇവിടെയൊക്കെ ക്ലിയറാണ്. പുറത്ത് പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റില്ലല്ലോ പയ്യന്മാർ സ്വഭാവം. ഇതിന് മുമ്പ് ഇങ്ങനത്തെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പണ്ടപ്പോൾ ഒരു കൊച്ചിലെ കുഞ്ഞിനാളിൽ എന്താ ചെറിയ മണ്ണെണ്ണ കുടിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ ചെറുതിൽ 5 വയസ്സില്ല 6 വയസ്സില്ല അത്ര ചെറിയ എന്താ വാങ്ങിക്കൊടുത്തില്ലെന്നും പറഞ്ഞ് മണ്ണെണ്ണ എന്തൊക്കെ എടുത്ത് കുടിച്ചു. അത്രയും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സാമ്പത്തിക പ്രശ്നം ഗൾഫിലുണ്ട്. എൻ്റെ വാപ്പാകെ ബിസിനസ്സിലെന്തോ പ്രശ്നമുണ്ട്. അതുണ്ട്. അത് ഇവനുമായിട്ട് ബന്ധമില്ല. ഇവനല്ലല്ലോ ചിലവിടത്തുന്ന പൈസ അവരല്ലേ ചിലവാക്കണം. ഇവനായിട്ട് പ്രശ്നമല്ല. ഗൾഫിലെ പുള്ളിക്കുണ്ട് പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ എങ്ങനെയാണ് പരിചയം? ഞാൻ അയൽവാസിയാണ്. എൻ്റെ വീട് അടുത്താണ് ഇവിടെ. നമ്മൾ എപ്പോഴും കാണാറുണ്ട്. പയ്യനെ കാണുമ്പോൾ മാമ എന്ന് പറഞ്ഞ് കൈയെടുത്ത് കാണിക്കാറുണ്ട്. എന്നിട്ട് പോവും. നല്ല ചെറുക്കനായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല. ചില ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം നടന്നപ്പം എല്ലാവർക്കും ഒരു ടെൻഷനായി. രണ്ടാമത്തെ ചെറുക്കനൊക്കെ വളരെ നല്ല പയ്യനാണ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയില്ല.